വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടലാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ജോലി കിട്ടലാണ്. എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ജോലി കിട്ടലാണെന്നുള്ളതല്ല, മനുഷ്യനാവാൻ മാഷ നമ്മൾ പാടി മനുഷ്യനാവാൻ കഴിയുന്നതാണ്. എങ്ങനെയാണ് മനുഷ്യനാവാൻ കഴിയുന്നത്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, തൻ്റെ മുന്നിൽ ഒരു മുട്ടുസൂചി കിടക്കുമ്പോൾ അത് എടുത്ത് മാറ്റിക്കൊണ്ട് എൻ്റെ പിറകിൽ എൻ്റെ സഹപ്രവർത്തക അല്ലെങ്കിൽ എൻ്റെ കുട്ടി, എൻ്റെ സ്കൂളിലെ കുട്ടി, അല്ലെങ്കിൽ ഞാൻ വെറുക്കുന്ന ഒരാൾ നടന്നു വരുന്നുണ്ട്, അവൻ്റെ കാലിൽ അത് കീറും എന്ന ചിന്ത. അപ്പം അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം, ചിന്തയാണ് വിദ്യാഭ്യാസം. എങ്കിൽ എന്താണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം? എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം? ഇന്നലെ പുരുഷോത്തമ മാഷ് പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമ്മുടെ ചോക്കുപടിയിലെ ഏറ്റവും മികച്ച സെഷൻ നമ്മൾ ഈ തവണ അത് ഉൾപ്പെടുത്തിയതാണ്. ശരിക്കും അത് രാവിലെ നടത്തുന്ന ഒരു സെഷനാണ്. ഒരു ഇന്റലക്ച്വൽ എക്സസൈസ്, ഒരു ബൗദ്ധിക വ്യായാമം എന്ന് പറയുന്നത് അധ്യാപകർ എപ്പോഴും നടത്തേണ്ട കാര്യമാണ്. നമ്മൾ എന്നും ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് ചോക്കെടുത്ത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നതല്ലാതെ പ്രായോഗിക അനുഭവങ്ങളിലൂടെ നമ്മളത് പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. പ്രായോഗിക അനുഭവങ്ങളിലൂടെ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. ജനലിലൂടെ തുപ്പരുത് അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കരുതെന്ന് പറയുന്ന അധ്യാപകൻ ക്ലാസ് മുറിയിൽ നിന്ന് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ഒറ്റ തുപ്പിക്കഴിഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ പോകുന്ന ചിന്ത എന്താണ്? മാലിന്യങ്ങൾ. ഇതിപ്പോൾ രാവിലെ ഇവിടെ മാഷന്മാരാണ് ഇതെല്ലാം ക്ലീൻ ആക്കിയത് അല്ലേ? ഒരു ജെൻഡർ ഇക്വാളിറ്റി, മാഷന്മാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ, അടിക്കാൻ പാടില്ലെന്നുണ്ടോ? അപ്പോൾ അങ്ങനെ അടിക്കാമെന്നും പെറുക്കുക എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം. ഞാൻ വളരെ വലിയ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വയം പ്രകാശിതരായി മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ പാകത്തിന് അവർക്ക് തിരി കൊടുക്കാൻ കഴിയുന്നവരായി മാറേണ്ടതുണ്ട്. നമ്മളൊരു സാധനം, ഇപ്പം നമ്മുടെ ടീച്ചേഴ്സ് കോളേജിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് സൂക്ഷിച്ചു വെച്ചു. എൻ്റെ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ടീച്ചേഴ്സിലൊക്കെ മാത്രം ഈ കാര്യങ്ങൾ ഉപയോഗിച്ചൊരു കാര്യം. പരസ്പരം കാര്യങ്ങൾ പങ്കുവയ്ക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷെ തന്നെ ഇവിടെ നിങ്ങളോടിപ്പോൾ ഇങ്ങനെ നിങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ പ്രതീക്ഷയാണ്. അടുത്ത വർഷം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നും ഇവിടെ നിന്നും കിട്ടിയ ഒരുപാട് തിരിച്ചറിവുകളുമായി നമ്മൾ വിദ്യാലയത്തിലേക്ക് പോവുകയും അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നും ഒരു വലിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നങ്ങളെല്ലാം നമ്മൾ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. ഒറ്റൊരു കാര്യം കൂടി നൗഫൽ മാഷ് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയാം. നമ്മളൊരു കുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങളിത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലായിരിക്കും അത് പറയുകയും ചെയ്യും. എന്നാലും ഞാൻ 2 മിനിറ്റ് കൊണ്ട് അവസാനിക്കും, 34. എന്താണ് ലോകത്തിൻ്റെ സുഖം, അല്ലെങ്കിൽ കുട്ടിയോട് ഒരു സന്തോഷം എന്താണെന്ന് നമ്മൾ ചോദിക്കാൻ ചെയ്യുന്നത്. കുട്ടിയുടെ സന്തോഷം എന്താ? വീട് ഒരു സന്തോഷമാണ് അല്ലേ? സ്കൂൾ ഒരു സന്തോഷമാണ്, സമൂഹം ഒരു സന്തോഷമാണ്, അവൻ്റെ അയൽവക്കം ഒരു സന്തോഷമാണ്. ഈ സന്തോഷത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? വീട്ടിലെ സന്തോഷത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? സ്കൂളിലെ സന്തോഷത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? കുട്ടിയുടെ പക്ഷത്ത് നിന്ന്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുട്ടിയുടെ പക്ഷത്ത് നിന്ന് സന്തോഷത്തെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ സന്തോഷം ഉണ്ടാക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ വിദ്യാലയങ്ങളിൽ ഒരുക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പോൾ അതിനെ പറ്റിയൊരു സമയമല്ലാത്തതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം 4 മണിക്ക് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ഈ വർഷം വിദ്യാലയത്തിൽ നടപ്പാക്കണം. പിന്നെ ഒരു 1-2 കടപ്പാട് കൂടി പറയാനുണ്ട്. അത് പറയാതെ എനിക്ക് ഇവിടെ നിന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല. കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ജനിക്കണം. ഒന്നിലും മലപ്പുറത്തോ അല്ലെങ്കിൽ കണ്ണൂരോ ജനിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. മലപ്പുറവും കണ്ണൂരും ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടപെട്ടിട്ടുള്ള എല്ലാവരും ഒന്നാമത്തെ കാര്യം നമുക്ക് വിശ്വസിക്കാവുന്നവരാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വിശ്വസിക്കാവുന്നവരാണ്. മറ്റൊരു ജില്ലക്കാർ മോശം, എറണാകുളം ജില്ല എൻ്റെ ജില്ല മോശം, അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഒരു വലിയ അബദ്ധം പറ്റിയതാണ്. പക്ഷെ മറ്റുള്ളവരൊന്നും മോശം എന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഈ മലപ്പുറം കണ്ണൂരിൽ ഉള്ള ആളുകളുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ടപ്പോൾ വിശ്വസിക്കാവുന്നവരാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. കുട്ടി ഇപ്പം എൻ്റെ ക്ലാസ്സിൽ, എൻ്റെ 1ാം ക്ലാസ്സിലെ കുട്ടിയോട് നിങ്ങൾ ചോദിച്ചോ, ഞാൻ നമ്പർ തരാം, മൗലൂസ് മാഷ് പറഞ്ഞത് അറ്റ് എനി കോസ്റ്റ്, എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു കുട്ടിയോട് പറഞ്ഞ വാക്ക് വലിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. അത് എൻ്റെ ടീച്ചിമാരോടാണ് സത്യം. എനിക്ക് അതിൽ വലിയൊരു സത്യമില്ല. ഓക്കെ, അപ്പോൾ
വിശ്വസ്തരായ ഒരുപാട് പേര് കണ്ണൂരുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ മലയാളത്തിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങളുടെ മൊഡ്യൂളൊക്കെ എഴുതുന്ന സന്ധി ടീച്ചറിന്റെ നാട് ഇവിടെയാണ്. സന്ധി ടീച്ചർ ഇവിടെ ഉണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ആളാണ് സന്ധി ടീച്ചർ. സന്ധി ടീച്ചറിന്റെ വീട്ടിൽ ഒരു 5-8 ദിവസം ഇരുന്നാണ് മലയാള തിലക്കത്തിന്റെ 2ാം ഘട്ട മൊഡ്യൂളിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അത് പ്രകാശിതമായിട്ടില്ല. ആ മൊഡ്യൂൾ മുഴുവൻ എഴുതിയത് സന്ധി ടീച്ചറിന്റെ വീട്ടിലാ വെച്ചാണ്. അതിനുള്ളൊരു കടപ്പാടുണ്ട്. ഇവിടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ഞങ്ങളെ വിളിച്ചത് ആദ്യം സുകുമാരൻ മാഷാണ്. പാനൂർ സ്കൂളിലെ സുകുമാരൻ മാഷാണ്. ചില സാങ്കേതിക